അപ്പോൾ സെക്കൻഡ് ഡേ ഓഫ് ന്യൂ ഇയർ ആണ്. നമ്മുടെ ഇന്നലത്തെ പൊരിച്ച മീൻ അല്ല ചുടാൻ വെച്ച മീന് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളിത് അന്ന് ചെയ്യാൻ പോകണം. അപ്പോൾ വരുണിത ഇന്നലെ നമ്മൾ അൽഫാം ഉണ്ടാക്കി അതേ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ തീ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ. അതെ, അപ്പോൾ നമ്മൾ ഈ മീനിനെയും ചൂടും, പിന്നെ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടല്ലേ സുമനെ? അപ്പോൾ ചിക്കൻ ബാക്കിയുണ്ട്. അപ്പോൾ മീനിൻ്റെ മസാല പോരാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ ക്യൂബ്സ് വാങ്ങിയിട്ട് അതിൽ തേച്ചുകൊണ്ടിരിക്കുക. അതെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ ചുട്ടെടുക്കാൻ പോവാണ്. മീനും കുറച്ച് ബാക്കി വന്ന ചിക്കനും ആണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ മസാല തിരുമ്പി വെച്ചത് കാരണം നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചുട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നല്ല കനലുണ്ട് മീൻ വെച്ചിട്ട്. നമ്മുടെ ഗ്രില്ലിപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മീൻ. രസപ്പിനെ നമ്മൾ വാഴയിലൊക്കെ വെച്ചാണ് പൊള്ളിച്ചെടുക്കുന്നത്. ഗ്രില്ല് ചെയ്തിട്ട് പൊള്ളിച്ചെടുക്കുന്ന സാധനം. അപ്പം മച്ചന്മാരെ നമ്മുടെ മീൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് തുറക്കാൻ പോവാണ്. എടുത്ത് വെക്കാൻ പോകുന്നുണ്ട്. വാഴയിലേക്ക് നല്ല കരിഞ്ഞ് മുരിഞ്ഞ് ഉണങ്ങി വന്നിട്ടുണ്ട്. വേവ് കൂടിയോ വേവ് കൂടിയില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ അന്ന് നാരങ്ങയൊക്കെ പിടിഞ്ഞിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ചെറുപ്പം ഇവിടെ നടക്കാം. വളരെ നന്നായി വന്നിട്ടുണ്ടല്ലേ? നന്നായി വന്നിട്ടുണ്ട്. നല്ല കിടിലൻ സാധനം. അടിപൊളി. നമ്മൾ കറക്റ്റ് ആ മസാലയും എല്ലാം കൂടെ സെറ്റായിട്ട് ഉണ്ട്. മീൻ്റെ ഒരു പീസാണ് അതാ. മുള്ളൊക്കെ ഉണ്ട്, നമ്മൾ മുള്ള നോക്കി കഴിക്കണം. കിടിലൻ. ഇത് നമ്മൾ എന്താണെന്ന് ചോദിക്കണ്ട, ഇത് ലെമൺ ഗ്രാസാണ്. ഒരു സ്മെല്ലിന് ഒരു ചെറിയ ഫ്ലേവറിനും കൂടി നമ്മൾ വെച്ചാണ്. അതും നല്ല സ്മെല്ല് ഇതിൽ വരുന്നുണ്ട്. ഏത് വകുപ്പ് എടുക്കുന്ന നിശ്ചയില്ലല്ലോ. ഇതാ ഇവിടെ നടക്കും. ഇതെടുത്ത് പിന്നെ സവോളയൊക്കെ വെച്ച് കിടിലെന്ന് പറഞ്ഞാൽ കിടില്ല. നമ്മൾ സാധാരണ ചിക്കനൊക്കെയാണ് ഗ്രില്ല് ചെയ്ത് വെക്കാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് മീൻ വെച്ചത്. അടിപൊളി. ചിക്കനുകളൊക്കെ എത്രയോ ബെറ്ററാണ്. എല്ലാം നല്ലതും കുറച്ച് സവോളയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കും. സുമന ഏതാ മീൻ? ഇത് നമ്മുടെ ഡാം നട്ടർ എന്നൊക്കെ പറയില്ലേ? ഡാം വാള നട്ടർ എന്നൊക്കെ പറയും. ഡാം ആവോലി. ആ, ഡാം ആവോലി. തെറ്റിപ്പോയതാ. ഡാം ആവോലി അല്ലേ? എങ്ങനെയുണ്ട്? കിടില. സൂപ്പർ. നമുക്ക് മസാല എന്തൊക്കെയാണ്? മസാല നമ്മളതിൽ കടുക് പൊടിച്ചത്, വറുത്ത് പൊടിച്ചത്, ചെറുതായിട്ട് ഉലുവ പൊടിച്ചതുണ്ട്, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി, മുളക്, ഒന്നോ രണ്ടോ മുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടിയാണ്. നമുക്ക് കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മഞ്ഞപ്പൊടി, മറ്റു കാര്യങ്ങൾ. പിന്നെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാഗി ക്യൂബില്ലേ, അത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വന്നിട്ടുണ്ട്. ആ ഫ്ലേവർ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചത് തക്കാളിയും സവാളയും ലെമൺ ഗ്രാസും വെച്ചു. അത് നല്ല ഫ്ലേവേർഡായി. ലെമൺ ഗ്രാസ് ഇല്ലെങ്കിൽ ലെമണിൻ്റെ നാരങ്ങയുടെ ഇല വെച്ചാലും മതി, ഒന്നോ രണ്ടെണ്ണം. പക്ഷേ നാരങ്ങയുടെ ഇല വെക്കുമ്പോൾ അധികം നേരം വെക്കരുത്. അധികം നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു കശുമ്പ് കയറി വരും. ജസ്റ്റ് ഒരു സ്മെല്ലിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെമൺ ഗ്രാസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. എത്ര നേരം വെച്ചാലും നല്ല ഫ്ലേവേർഡ് കിട്ടും.
അപ്പോൾ നമ്മുടെ മീൻ ഗ്രില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നോർമലായിട്ട് നമ്മളെപ്പോഴും ചിക്കനാണ് എടുക്കാറ്, ചിക്കൻ ബീഫൊക്കെയാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചിക്കനും കാര്യങ്ങളൊക്കെ ഗ്രില്ലിങ്ങും അൽഫാമൊക്കെ ഉണ്ടാക്കി മതിയായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ നട്ടറോ അങ്ങനെയുള്ള വലിയ വലിയ മീൻ വാങ്ങിച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കുക, ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.